1000 മാസത്തേക്കാൾ മഹത്വമുള്ള ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയല്ലേ? നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, പടച്ചോനെ ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരിൽ നീ പെടുത്തണേ എന്ന ദുആയോടെ അല്ലേ? റമദാൻ 27-ാം രാവ്, ലൈലത്തുൽ ഖദറിന് ഏറെ സാധ്യതയുള്ള ഒരു പരിശുദ്ധ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈ രാത്രി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഒന്നുപോലും വിടാതെ മുഴുവൻ കാര്യങ്ങളും ചെറിയൊരു വീഡിയോയിൽ നമുക്കൊന്ന് വിശദീകരിച്ചാലോ? ഓതേണ്ടതും നിസ്കരിക്കേണ്ടതും ചൊല്ലേണ്ടതും പറയേണ്ടതും മനസ്സിൽ കരുതേണ്ടതും എല്ലാം ഉണ്ട്, ഒന്നും ഒഴിവാക്കാനില്ല. മാത്രമല്ല, മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് മുസാഫഹത്ത് തരുമല്ലേ? ആർക്കാണ് ആ മുസാഫഹത്ത് തരിക? ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മുസാഫഹത്ത് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളടക്കം നമുക്ക് പഠിക്കണം. പിന്നെ പല സഹോദരിമാർക്കും സങ്കടമുണ്ട്, മെൻസ്ട്രൽ പീരീഡാണ് ഉസ്താദേ, ഞങ്ങൾക്ക് ഖുർആൻ ഓതാനോ ഒന്നിനും പറ്റൂലല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യണം? വഴിയുണ്ടെന്നേ ഒക്കെ നമുക്ക് പഠിക്കാം. അള്ളാഹു ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? ഇന്നത്തെ ദിവസം ഹാപ്പി ആയില്ലെങ്കിൽ പിന്നെ എന്ന് ഹാപ്പി ആകാനാണ്? ഈ ലൈലത്തുൽ ഖദറിൽ ഒരുപാട് രാത്രികളുണ്ടല്ലേ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള രാവാണ് 27-ാം രാവ്. കാരണം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബത്തിൽ പല ആളുകളും 27-ാം രാവാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ 27-ാം രാവ് അങ്ങ് ഹയാത്താക്കല. നിങ്ങൾ ചിന്തിച്ച് നോക്കി, 27-ാം രാവിന് പള്ളിയിൽ തിരക്കുള്ളതുപോലെ റമദാനിൽ ഏതെങ്കിലും ഒരു ദിവസം തിരക്കുണ്ടോ? അത്ര തിരക്ക് ആ രാത്രി ഹയാത്താക്കാൻ, ആ രാത്രിയിൽ നിസ്കരിക്കാൻ, ആ രാത്രിയിൽ ദിക്ർ ചൊല്ലാൻ, ആ രാത്രിയിൽ സ്വലാത്ത് ചൊല്ലാൻ, ആ രാത്രിയിൽ ഇൽമു പഠിക്കാൻ ഒക്കത്തിനും ആൾ റെഡിയാണ്. കാരണം 27-ാം രാവ് എന്ന് പറയുന്നൊരു സംഗതി നമ്മുടെ കൽബിൽ അത്രമാത്രം കയറിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയല്ലേ? ഖുർആൻ വ്യാഖ്യാനത്തിന് മുത്തുനബി തങ്ങൾ അനുവാദം കൊടുത്ത മഹാനല്ലേ സയ്യിദുന അബ്ദുല്ലാഹിബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദർ 27-ാം രാവിന് തന്നെയാണ്. കാരണം ഖുർആനിൻ്റെ ചില രഹസ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത്, ഈ സൂറത്തിൽ 30 വാക്കുകളാണുള്ളത്. എത്ര വാക്കുകളാണ്? 30 വാക്കുകൾ അല്ലേ? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അങ്ങനെ തുടങ്ങി 30 വാക്കുകളാണ് ഈ മൊത്തം സൂറത്തിലുള്ളത്. അതിൽ 27-ാമത്തെ വാക്കാണ് ഹിയ. സലാമുൻ ഹിയ. ഹിയ എന്ന് പറഞ്ഞാൽ ആ രാത്രി. ആ രാത്രി എന്ന് പറഞ്ഞ ആ പ്രയോഗം വന്നിട്ടുള്ളത് എവിടെയാണ്? 27-ാമത്തെ വാക്കായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 27-ാം രാവിനാണ് സാധ്യതയേറെ എന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. മറ്റൊരു കണക്കും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ലൈലത്തുൽ ഖദർ എന്ന ആ ഓരോ അക്ഷരങ്ങൾ നോക്കിയാൽ ലൈലത്തുൽ ഖദർ 9 അക്ഷരങ്ങൾ അതിലുണ്ട് ഇല്ലേ? ലാമ് യാ അങ്ങനെ തുടങ്ങിയിട്ട് 9 അക്ഷരങ്ങളുണ്ട്. ഖുർആനിൽ സൂറത്തുൽ ഖദറിൽ 3 തവണ ലൈലത്തുൽ ഖദർ എന്ന് വന്നിട്ടുണ്ട്. 9 അക്ഷരങ്ങളുണ്ട്, 3 തവണ ലൈലത്തുൽ ഖദർ എന്നുള്ള വാചകം വന്നിട്ടുണ്ട്. 3 × 9 എത്രയാണ്? 27. അപ്പോൾ 27-ാം രാവിനാണ് അള്ളാഹു ഇങ്ങനെ പല രഹസ്യങ്ങളിലൂടെയും നമുക്ക് വെളിവാക്കി തരുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് ഇല്ലേ? എന്താ ലൈലത്തുൽ ഖദറിൻ്റെ അത്ഭുതം? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയ രാവാണ്. അപ്പോൾ ഖുർആൻ ഓതണം, ധാരാളം ഓതണം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ കടന്നുറങ്ങുക ഈ രാത്രിയെ പരിഗണിക്കാതെ? അങ്ങനെ പരിഗണിക്കാതെ കടന്നുറങ്ങിയാൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? പടച്ചോനിങ്ങനെ നമ്മിലേക്ക് സഹായം കൊണ്ടിറങ്ങി വരുന്ന നിമിഷം, നമ്മിലേക്ക് അടുത്ത് നിൽക്കണ നിമിഷം, ഉദുഊനി എന്നോട് ചോദിക്കുന്നു പറയണ നിമിഷം, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രി നഷ്ടപ്പെടുത്താൻ പാടില്ല. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകൾ ഇറങ്ങി വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മലക്കുകൾ എല്ലാ കുപ്പത്തൊട്ടിയിലും ഇറങ്ങൂല, ഖുർആൻ എല്ലായിടത്തേക്കും ഇറങ്ങൂല. ഈമാനുള്ള കൽബിലേക്കാണ് മലക്കുകൾ ഇറങ്ങുക. ഈമാനുള്ള കൽബിലേക്കാണ് ലൈലത്തുൽ ഖദർ ഇറങ്ങുക. അല്ലാത്തോടത്തൊന്നും ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ലെന്നേ.
അപ്പോൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നലെ വൈകുന്നേരത്തെ ക്ലാസ്സുകൾ കേട്ടോന്നറിയില്ല, ആ ക്ലാസ്സിൽ പറയുന്നത് പോലെ അള്ളാഹിനെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ടവർക്ക് മാത്രമാണ് ലൈലത്തുൽ ഖദർ കിട്ടുക. ലൈലത്തുൽ ഖദർ എങ്ങടെ ഇറങ്ങുക? കൽബിലേക്കാണ്, ഹൃദയത്തിലേക്ക് ഇറങ്ങേണ്ട രാത്രിയാണ്. മനസ്സിലായോ? അത് കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുക, ഫസ്റ്റ് കമൻ്റായിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. അത് കേട്ടിട്ട് നിങ്ങൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ആ സംഗതി ഇല്ലാതെ ദൂരം ദിക്റില്ലാലും നമുക്ക് കിട്ടൂല. അപ്പോൾ കൽബിലേക്ക് മലക്കുകൾ ഇറങ്ങും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, നേരം വെളുക്കണത് വരെ രക്ഷയാണ് രാത്രി. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് രക്ഷ നേടിയെടുക്കണം. 3 ആൾക്ക് കിട്ടൂലേ, 3 വിഭാഗത്തിന് കിട്ടൂല. ഒന്നാരാ? കള്ളുകുടിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കണം, ലഹരി അടിച്ചിരിക്കുന്ന ആളുകൾ. പല സഹോദരിമാരും സങ്കടം പറയുന്നുണ്ട്, ഉസ്താദേ കെട്ടിയും ഭയങ്കര കള്ളുകുടിയനാണ്, ഒന്ന് നന്നാവാൻ ദ്വാരക്കണം എന്നാണ്. അള്ളാഹു നേർവഴി കാണിക്കട്ടെ. പിന്നെ ചില ആളുകൾ കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്നവർ, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, അവരിലേക്കും ലൈലത്തുൽ ഖദർ ഇറങ്ങൂല. 3ാമതൊരു വിഭാഗമുണ്ട്, വാപ്പാനും ഉമ്മാനെയും വേദനിപ്പിച്ചവർ. എൻ്റെ പൊന്നു മക്കളെ, വാപ്പാനും ഉമ്മാനെയും വേദനിപ്പിച്ചിട്ട് ഒരു ലൈലത്തുൽ ഖദർ നോക്കി നിങ്ങൾ നിൽക്കണ്ടാട്ടോ, ഒരു ഖദർ നിങ്ങൾക്ക് കിട്ടൂല. എത്ര പേരെ സങ്കടം പറയുന്നത്, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിക്കണം മക്കളുള്ള കാലഘട്ടം. എങ്ങനെയാണോ നിനക്ക് പറ്റുന്നത്? ആ ഉമ്മാടെ വയറൊന്നോർത്താൽ മതിയല്ലോ. അള്ളാഹു നമുക്കൊക്കെ ബോധം തരട്ടെ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് അള്ളാഹുവിലേക്ക് ധാരാളം ഖേദിച്ച് മടങ്ങേണ്ട സമയമാണ്. പ്രത്യേകിച്ച് മെൻസസ് ഉള്ള സഹോദരിമാർക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മെൻസസ് ഉള്ളവർ സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് അള്ളാഹ് ചെയ്തെന്ന കാരുണ്യമാണത്. കാരണം എന്താ? നിങ്ങൾക്ക് നിസ്കരിക്കണ്ട, നോമ്പൊടിക്കണ്ട, സുഖമായിട്ട് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിക്റും ചൊല്ലിയിരുന്നാൽ മതി. ഏത് ദിക്റാ ചൊല്ലുക? നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹക്ക് മുത്തുനബി പഠിപ്പിച്ച ദിക്ർ ഏതാണത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പടച്ചോനെ, നീയാണ് പൊറുക്കുന്നവൻ, നീയാണ് മാപ്പ് ചെയ്യുന്നവൻ, മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനും നീയാണ്, എനിക്ക് നീ മാപ്പ് ചെയ്ത് തരണേ അല്ലാ. ഈ ദിക്ർ ധാരാളം ചൊല്ലിക്കോ. മെൻസസ് ഉള്ള സഹോദരിമാരെ ഇത് മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ, നിങ്ങൾക്കും ലൈലത്തുൽ ഖദർ ഉറപ്പാണ്. അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ധാരാളം ഈ ദിക്ർ മെൻസസ് ഉള്ളവരും മെൻസസ് ഇല്ലാത്തവരൊക്കെ ഇത് അധികരിപ്പിക്കണം കേട്ടോ. പിന്നെ തൗബയുടെ രാത്രിയാണത്, തൗബ ചെയ്യേണ്ട രാത്രിയാണ്. തൗബ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കിതാബ് നോക്കി കാണാതെ വായിക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല, മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങലാണ്. ആ കിതാബിലുള്ളതൊരു ഏകദേശം രൂപമാണ്. നമ്മൾ അതൊന്നും നോക്കി വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇഖ്ലാസ് കിട്ടൂല. എന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് വൈകുന്നേരം 5:30 കൃത്യമായിട്ട് ആ തൗബ ഒന്ന് ചെയ്യാം. ഒന്ന് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, കേവലം വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കൽബിൽ തട്ടിയിട്ട് വേണം തൗബ ചെയ്യാൻ. തൗബയുടെ വാതിൽ തുറന്നിടുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അപ്പോൾ അള്ളാഹ് കൈവിടാതിരിക്കാൻ തൗബ മസ്റ്റാണ്, എല്ലാവരും തൗബ ചെയ്യുക. പിന്നെ മറ്റൊന്ന്, ഇന്നത്തെ മഗ്രിബ്, അതുപോലെ തന്നെ ആയിഷ, അതുപോലെ നാളത്തെ സുബഹി, ഈ 3 നിസ്കാരവും ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അവർക്ക് ലൈലത്തുൽ ഖദർ ഉണ്ടെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. ഇപ്പോൾ പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് വരിക, സ്ത്രീകൾ പരമാവധി വീട്ടിൽ ഒന്നിലധികം ആളുകളൊക്കെ സ്ത്രീകളുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ജമാഅത്തായിട്ട് നിർവഹിക്കുക. പിന്നെ തറാവീഹ് നിർബന്ധമായിട്ട് നിസ്കരിക്കുക, പറ്റുന്നത്രയും നിസ്കരിക്കുക. വിത്ർ നിസ്കരിക്കുക, തസ്ബീഹ് നിസ്കരിക്കാടോ, തസ്ബീഹ് നിസ്കരിക്കുക. തസ്ബീഹ് എന്ന് പറയുന്ന നിസ്കാരം അല്ലാഹ് ഭയങ്കര മഹത്വമല്ലേ. നിങ്ങൾ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ഇത് നിസ്കരിക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 തരം പാപങ്ങൾ പൊറുക്കും, രഹസ്യവും പരസ്യവും, തെളിഞ്ഞതും മറഞ്ഞതും, എല്ലാം കഴിഞ്ഞതും വരാനിരിക്കുന്നതും, എല്ലാ പാപങ്ങളും പുറത്തു നിന്ന് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നമ്മളെ മാറ്റി തീർക്കുന്ന നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അപ്പോൾ ധാരാളം തസ്ബീഹ് നിസ്കരിക്കുക. അതുപോലെ നമുക്കറിയുന്ന സൂറത്തുകളുണ്ടല്ലോ, സൂറത്ത് യാസീൻ, അതുപോലെ തബാറക്ക സൂറത്തു സജദ, സൂറത്തു റഹ്മാൻ. നിങ്ങൾക്ക് ഏത് സൂറത്താണ് അറിയുന്നത്? പ്രത്യേകിച്ച് സൂറത്തു യാസീനും തബാറക്ക എന്തായാലും ഓതുക. എന്നിട്ട് ഈ ഓതിയിട്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മഹത്വം നിറഞ്ഞ രാത്രികളിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വരുമത്രേ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ലേ, ഞങ്ങൾ പ്രയാസത്തിലാണെന്ന് നമ്മുടെ മരിച്ചുപോയ വാപ്പായും ഉമ്മായൊക്കെ പറയുന്നത് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഓതിയിട്ട് അവരുടെ ഖബറിടത്തിലേക്ക് ഹദിയ ചെയ്യുക. പുരുഷന്മാരൊക്കെ ഒന്ന് ആ വാപ്പാടും ഉമ്മാടെ ഖബറിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകും മക്കളെ. ഏറ്റവും നല്ലത് രാത്രി പോക്ക് തന്നെയാണ്. പക്ഷേ നമ്മുടെയൊക്കെ പള്ളിക്കാടുകളിൽ രാത്രി അടുക്കാൻ പറ്റില്ല, ഒരു ലൈറ്റ് പോലും ഇല്ലാതെയാണ് പല പള്ളിക്കാടുകളുള്ളത്. ഏത് സമയത്തും പ്രത്യേകിച്ച് രാത്രിയൊക്കെ സിയാറത്ത് ചെയ്യാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, ആ ഒരു ഭയഭക്തിയോടെ സിയാറത്ത് ചെയ്യാൻ പറ്റിയ സമയമാണ്. ആ സമയത്തൊക്കെ പള്ളിയുടെ ലൈറ്റ് ഇട്ട് വെക്കണം ഖബർസ്ഥാൻ്റെ അടുത്ത്. ഇതിലെ പ്രേതാലയം പോലെ ഇരുണ്ടിങ്ങനെ കൂടിക്കിടക്കും, ആർക്കാ പോകാൻ പറ്റുക? എന്നിട്ട് അസർ കഴിഞ്ഞിട്ട് പോയി എല്ലാവരും സിയാറത്ത് ചെയ്യും. രാവാകണമെങ്കിലും മഗ്‌രിബ് ചെയ്യണ്ടേ?
ചില മഹാന്മാരൊക്കെ പറഞ്ഞു അസർ കഴിയുന്നതോടുകൂടി ആ രാവിൻ്റെ പുണ്യം ലഭിക്കുമെന്നാണ്. എന്നാൽ പോലും ആ സിയാറത്തൊക്കെ രാത്രിയാണെങ്കിലും വല്ലാത്തൊരു ആത്മീയ നിർവൃതി നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇൻഷാ അല്ലാ നമ്മുടെ ഖത്തും എല്ലാവരും ഓതുന്നുണ്ട് എന്ന് കരുതാണ്. ഇൻഷാ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ താഴെ എത്ര ഖത്തും ഓതി. അതുപോലെ തന്നെ ദുആവസിയത്തുള്ളൊക്കെ കമൻറ്റ് ചെയ്തു. നമുക്ക് ഇൻഷാ അല്ലാ കഴിയുന്നത്ര വായിച്ചിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കണം അള്ളാഹുവിലേക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് എന്തെല്ലാം തിരക്ക് വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് പരിപാടിയിൽ പങ്കെടുത്തോളണം കേട്ടോ. ഇനി ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റാത്തവർ രാത്രിയാണെങ്കിൽ ആ മജ്ലിസിൽ മുഴുവൻ പങ്കെടുത്ത് ഈ രാത്രിയുടെ പുണ്യം നേടിയെടുക്കുന്ന മുത്തഖീങ്ങളിൽ പെടാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ചില ആയത്തുകളുണ്ടല്ലോ, ആയത്തുൽ കുർസി ഓതാൻ മറക്കരുത്. ഒരു തവണയെങ്കിലും ഓതിയാൽ മതി. പിന്നെ ലൗ അൻസൽന സൂറത്തുൽ ഹശറിൻ്റെ അവസാന ഭാഗം, ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് എന്നൊക്കെ തുടങ്ങുന്ന ആ ലൗ അൻസൽന മുതൽ ആ 3 ആയത്ത് മനസ്സറിന് ആ ലാസ്റ്റത്തെ 3 ആയത്തുണ്ടല്ലോ അത് ഓതുക. ഈ 2 ആയത്തുകൾ ഓതിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു കാവൽ തരും. മലക്കുകളുടെ സംരക്ഷണം കിട്ടാൻ അത് മതി എന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഏറ്റവും മർമ്മപ്രധാനമായ സംഗതി, നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ, മക്കളെ കിട്ടാൻ, മക്കൾ നന്നാകാൻ ഇല്ലേ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാനടക്കം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹിനോട് മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യുക. എല്ലാ പാപങ്ങളും അള്ളാഹിനോട് ഏറ്റു പറഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ പടച്ചോൻ നമുക്ക് ദുനിയവിയായ സംഗതികൾ പോലും എളുപ്പാക്കി തരും. അത് മറക്കരുത്. ഇനി മറ്റൊന്ന്, 3 തവണ ചൊല്ലിയാൽ കോടാനുകൂടി ദിക്റുകൾ ചൊല്ലിയ പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. ജുവൈരിയ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തത്. ഏതാണത്? നമ്മുടെ സ്വഭാവലേറിൽ എന്നും ചൊല്ലണ ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. മനസ്സറിഞ്ഞ് ഈ ദിക്ർ ഒരു 3 തവണ ചൊല്ലുക. ഏറ്റവും ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ പറയണത്. ഇതെല്ലാം കൂടെ നമ്മളിന്ന് പറയുന്ന സാധനങ്ങൾ തീർക്കാൻ അരമണിക്കൂർ പോലും വേണ്ട. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം കയ്യും കണക്കില്ലാത്തതായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ ദിക്ർ 3 തവണ ചൊല്ലുക. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ലൈലത്തുൽ ഖദറിൻ്റെ പ്രമേയം തന്നെ പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കലാണ്. പ്രയാസപ്പെടുന്നവനെ ചേർത്ത് സ്വതക്ക കൊടുക്കുക മനസ്സറിഞ്ഞ്. നിങ്ങൾ ഈ കാണുന്ന റിലീഫ് പദ്ധതിയുടെ നമ്പറുണ്ട്, അതിലേക്ക് പൈസ ഇട്ടിട്ട് പോകുന്നില്ലെങ്കിൽ ഇവിടെ ഒരു QR കോഡുണ്ട്, അത് സ്കാൻ ചെയ്തിട്ടാണെങ്കിലും കഴിയുന്നത് പോലൊരു ഹദിയ അതിലേക്ക് അയക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അയക്കുക. പാവപ്പെട്ട 2 കുടുംബങ്ങൾ നമ്മൾ ഏറ്റെടുത്തതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും കൊടുത്തു, എവിടെയാണെങ്കിലും ഈ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നിറഞ്ഞ നിമിഷത്തിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ അള്ളാഹു ഓശാരമായിട്ട് തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇമാം സാബി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, ഒരു ദിക്ർ 3 തവണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദറിന് സമാനമായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. എപ്പോൾ ചൊല്ലിയാലും കിട്ടുമെന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ കൂലി. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന്, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന അന്ന് ഈ 3 ദിക്ർ ചൊല്ലിയാലോ എന്തായാലും ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടൂലേ ഇല്ലേ? ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്അ വറബ്ബൽ അർശിൽ അദീം. ഒരിക്കൽ കൂടെ നോക്കിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്അ വറബ്ബൽ അർശിൽ അദീം. ഈ ദിക്റാണ്. ഒരിക്കൽ കൂടെ ചൊല്ലിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്അ വറബ്ബൽ അർശിൽ അദീം. 3 തവണ. ഇത് 3 തവണ ചൊല്ലിയാൽ മതി മനസ്സറിഞ്ഞ്. പക്ഷേ ഇതൊക്കെ ചൊല്ലുമ്പോൾ മനസ്സിൽ വേണ്ടത് അള്ളാഹിനോടുള്ള തൃപ്തിയും അള്ളാഹിനോടുള്ള സ്നേഹമാണ്. ഈ ദിക്റുകളൊക്കെ ചൊല്ലിയാൽ തന്നെ മതി ലൈലത്തുൽ ഖദർ നിങ്ങളുടെ കയ്യിലിരിക്കും. സൂറത്തുൽ ഖദർ മറക്കാതെ ഒരു തവണയെങ്കിലും പാരായണം ചെയ്യണം കേട്ടോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ സൂറത്തില്ലേ, ഒരു തവണയെങ്കിലും മനസ്സറിഞ്ഞ് പാരായണം ചെയ്യാതെ പോകരുത്. അള്ളാഹു ലൈലത്തുൽ ഖദർ നമ്മുടെ കയ്യിൽ തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഈ റമദാനിൽ പടച്ചോൻ്റെ കാരുണ്യം കിട്ടാൻ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടാനായിട്ട് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളത് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താ, ഇൽമിൻ്റെ സദസ്സിൽ, റമദാൻ മാസത്തിൽ ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു ചവിട്ടടിക്ക് 1 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയാണ്. നിങ്ങൾ ഒരുപാട് ചവിട്ടടി നടന്നൊന്നും പോകണ്ട, ഈ ഫോൺ എടുത്തിട്ട് ഈ മജ്ലിസിലൊന്ന് പങ്കെടുത്താൽ മതി. അൽഹംദുലില്ലാ. അതും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണെങ്കിൽ സുബ്ഹാനക യാ റബ്ബ് 1 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി നമുക്ക് ആ രാത്രി കിട്ടിയാൽ എത്രമേൽ മഹത്വമാണ്. രണ്ടാമത്തേത്, ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ, റമദാനിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അള്ളാഹു അനുഗ്രഹങ്ങളുടെ ഒരു പട്ടണം തുറന്നു തരും. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണെങ്കിൽ ആ പട്ടണം കിട്ടുന്നത്, ആ അനുഗ്രഹങ്ങളുടെ പട്ടണം കിട്ടുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണെങ്കിൽ അതിനേക്കാൾ വലിയ മഹാഭാഗ്യമുണ്ടോ? പിന്നെയോ 3ാമത്തെ പ്രത്യേകത, റമദാൻ മാസത്തിൽ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ പടച്ചോൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടും.
ഈ ലൈലത്തുൽ ഖദർ ദിവസം ഇച്ചിരി പൈസയൊക്കെ കൊണ്ടുപോയി ഉമ്മാടെയും വാപ്പാടെയും കയ്യിൽ കൊടുക്കുക, സന്തോഷിപ്പിക്കുക. ഖബറിലുള്ളവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവരെ സന്തോഷിപ്പിക്കുമ്പോൾ പടച്ചോൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നിങ്ങളിലേക്ക് വരികയാണ്. ലൈലത്തുൽ ഖദർ ഉറപ്പല്ലേ. നാലാമത്തേത് സുബ്ഹാനക യാ റബ്ബ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യൻ്റെ പ്രയാസം നീക്കി കൊടുത്താലേ, ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് നീക്കി കൊടുത്താൽ ഖലല്ലാഹു ലഹു അൽഫ ഹാജ, അള്ളാഹു നമ്മുടെ 1000 ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരും. ഇപ്പോൾ നമ്മൾ ഈ റിലീഫ് പദ്ധതിയിലേക്ക് പാവങ്ങളെ സഹായിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു ഹദിയ ചെയ്താൽ നമ്മുടെ 1000 ആഗ്രഹങ്ങൾ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സാക്ഷാത്കരിച്ച് തരുമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തുക്കൾ, സ്വഹാബത്ത്, അതുപോലെ തന്നെ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച വാക്കുകളൊക്കെ എടുത്തു വെച്ചിട്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പഠിപ്പിക്കാൻ. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ രാത്രിയിൽ ഇണയുടെ തൃപ്തി ഉണ്ടായാൽ, ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ കിട്ടുന്ന എന്താ? ആസിയ ബീവിക്കും മറിയം ബീവിക്കും കിട്ടിയ പ്രതിഫലമാണെന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ സംഗതികൾ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി പ്രത്യേകിച്ച് രണ്ടുപേരും ഉടക്കരുത് കേട്ടോ. ശൈത്താൻ എല്ലാ പണി ഉണ്ടാക്കും. ബറാത്ത് രാവ്, മിറാജിൻ്റെ രാവ്, ലൈലത്തുൽ ഖദർ, ഇതിനൊക്കെ കെട്ടിയവനും കെട്ടിയോളും നല്ല അടിയായിരിക്കും. എങ്ങനെയെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി തല്ലുകൂടും. പിന്നെ ആ ഭാഗത്തേക്ക് മലക്കുകൾ വരില്ല കേട്ടോ. മലക്കുകൾ വട്ടം കൂടിയിരുന്ന് ശപിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ കൊണ്ട് സമ്പന്നാക്ക്. ഈ പറഞ്ഞ അധികാറുകൾ സ്വലാത്തുകൾ കൊണ്ടൊന്ന് സമ്പന്നാക്ക്. സ്വലാത്ത് ഏതും ആയിക്കോട്ടെ, മനസ്സറിഞ്ഞ് സ്വലാത്തുകൾ ചൊല്ലുക. ലൈലത്തുൽ ഖദർ നിങ്ങൾക്കുള്ളതാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാം കഴിഞ്ഞ് മനസ്സറിഞ്ഞ് ദ്വാരക്കണം. പടച്ചവനായിട്ട് ഒറ്റയ്ക്കിരുന്ന് ദ്വാരക്കണം. പൊട്ടിക്കരഞ്ഞിട്ട് തഹജ്ജുദിൻ്റെ വേളയിൽ ഒരു ഇച്ചിരി നേരം കിടന്നിട്ടേ തഹജ്ജുദിൻ്റെ സമയത്ത് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കാം. പടച്ചവനായിട്ട് ഒറ്റയ്ക്കിരിക്കുക. എന്നിട്ട് ഈ ലോക മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദ്വാരക്കണം. ഫലസ്തീനിലെയും ഇറാനിലെയും ലോകത്തിൻ്റെ പലയിടങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കണ മുസ്ലിം ഉമ്മത്തുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ? എല്ലാവർക്കും വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ആ ദുആ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പോലും അള്ളാഹു ഏറ്റെടുക്കുമെന്ന് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ ഈ രാത്രിയെ വല്ലാതെ പരിഗണിച്ചതാണ്. ആ പരിഗണനയുടെ ഫലമെന്നോണം അവരൊക്കെ വലിയ ദറജ കൂടിയവരായി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനെ ആകണ്ടേ? വേണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഒരുങ്ങണം, അടിപൊളിയാക്കണം. ഈ സബാഹുൽ ഖൈർ കുടുംബത്തിലെ ഒരാൾക്കും ലൈലത്തുൽ ഖദർ കിട്ടാതെ പോകരുത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. 30,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട ഇന്നത്തെ ചോദ്യം എന്താണ്? ഇന്നലെ നമ്മൾ ചോദിച്ചു, ഈ തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹ, മലക്കുകളും റൂഹും ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. ആരാണ് റൂഹ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സയ്യിദുന ജിബ്രീലാണ്. മറ്റൊരു ആശയം എന്താണ്? നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ റൂഹാണെന്നാണ്. അവരുടെ ആത്മാക്കൾ അവിടെ വരും എന്നാണ് അല്ലേ? അള്ളാഹു ഉത്തരം കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇമാം റാസി തഫ്സീറുകളൊക്കെ എഴുതിയ വലിയ മഹാനാണ്. ഇമാം റാസിയുടെ യഥാർത്ഥ നാമം എന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല. നിൻ്റെ ലൈലത്തുൽ ഖദർ കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ല. ഒരുപാട് സങ്കടങ്ങൾ മനസ്സിലുണ്ട്, ബാത്തുലാക്കണേ അല്ല. പടച്ചവനെ, റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ല. ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ല. റമളാൻ എതിരാകുന്നവരിൽ പെടുത്തല്ലേ അല്ല. ഒരുപാട് കുഞ്ഞുമക്കൾ പരീക്ഷകൾ എഴുതുന്നുണ്ട്, SSLC എഴുതുന്നുണ്ട്. എല്ലാവർക്കും ഉന്നത വിജയം നൽകണേ അല്ല. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല. ഗുരുത്വവും പൊരുത്തവുമുള്ള മക്കളാക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സന്തോഷം നൽകണയല്ല. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ ശിഫ നൽകണയല്ല. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് പേര് ഹത്തുമുകൾ ഓതി തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ മിഥിൽ സവാബ് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നീ സന്തോഷിപ്പിക്കണയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹീതരാകുന്ന മുത്തഖീങ്ങളിൽ നിൻ്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ആരംഭപ്പുവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും നിൻ്റെ ഔദാര്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.